ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ കോടതി നാളെ ശിക്ഷ വിധിക്കും. വാദങ്ങളെല്ലാം കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയിൽ പൂർത്തിയായി. മകൾ നേരിട്ട ക്രൂരതകൾ വാദത്തിനിടെ പ്രതിപാദിക്കപ്പെട്ടപ്പോൾ വന്ദനയുടെ മാതാപിതാക്കൾ കോടതിക്കുള്ളിൽ പൊട്ടിക്കരഞ്ഞു. എന്നാൽ അറിയാതെ പറ്റിയ തെറ്റിന് എന്ത് പ്രായശ്ചിത്തവും ചെയ്യാമെന്ന് വന്ദനയെ കൊന്ന സന്ദീപ് കോടതിയിൽ പറഞ്ഞു. ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ താൻ ചെയ്ത കുറ്റങ്ങൾ മനഃപൂർവ്വമല്ല എന്നായിരുന്നു എന്തെങ്കിലും പറയാനുണ്ടോ എന്ന ചോദ്യത്തിനുള്ള സന്ദീപിന്റെ മറുപടി. കഴിഞ്ഞില്ല. വന്ദനയെ കൊന്നതിന് പകരം എന്ത് പ്രായശ്ചിത്തം ചെയ്യാനും തയ്യാറാണെന്നും സന്ദീപ് കോടതിയിൽ പറഞ്ഞു. താൻ എന്താണ് ചെയ്തതെന്ന് അറിയില്ലെന്നായിരുന്നു സന്ദീപിന്റെ വിശദീകരണം. തന്റെ ശിക്ഷാവിധിയിൽ ഇളവ് നൽകണമെന്ന് തന്നെയാണ് സന്ദീപ് കോടതിയോട് ആവശ്യപ്പെട്ടത്. പ്രായമായ അമ്മയെ നോക്കാൻ അവസരം നൽകണമെന്ന വൈകാരികമായ അപേക്ഷയും സന്ദീപ് കോടതിയോട് നടത്തി. എന്നാൽ സന്ദീപിന്റേത് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തന്ത്രങ്ങളാണെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ശക്തമായ നിലപാടെടുത്തു. വന്ദനയെ കൊന്ന സന്ദീപിന് പരമാവധി ശിക്ഷ നൽകണമെന്നും നീതി തേടിയുള്ള പോരാട്ടത്തിന് അർത്ഥമുണ്ടാകണമെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞു. ഇതിനിടെ ആശുപത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വന്ദനയെ സന്ദീപ് മാരകമായി ആക്രമിച്ച് കൊലപ്പെടുത്തിയതിന്റെ വിശദാംശങ്ങൾ കോടതിയിൽ നിരത്തുന്നതിനിടെ അവളുടെ മാതാപിതാക്കൾ പൊട്ടിക്കരഞ്ഞുപോയി. പക്ഷേ സന്ദീപ് ആശുപത്രിയിലെത്തിയത് ഡോക്ടറെ കൊലപ്പെടുത്താനല്ലെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. ഇയാൾക്ക് ചില മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന് കേസിന്റെ വാദപ്രതിവാദങ്ങൾക്കിടെ പ്രതിഭാഗം വാദിച്ചു. സ്കിസോഫീനിയയുടെ ലക്ഷണങ്ങളുണ്ടെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താനാണ് പ്രധാനമായും ശ്രമിച്ചത്. എന്നാൽ ജയിലിലെ ലൈബ്രറിയിൽ നിന്ന് മാനസികാരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ വായിച്ചു പഠിച്ച ശേഷം കാര്യങ്ങൾ ചോദിച്ചറിയാനെത്തിയ സൈക്യാട്രി വിദഗ്ധരെ തെറ്റിദ്ധരിപ്പിക്കാൻ സന്ദീപ് ബോധപൂർവം ശ്രമം നടത്തിയെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചിട്ടുണ്ട്. സന്ദീപ് പിടിയിലായപ്പോൾ തന്നെ മാനസിക പ്രശ്നമുണ്ട് എന്ന വാദം ഉന്നയിക്കാൻ സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി കണ്ട പോലീസ് തിരുവനന്തപുരത്തെ മാനസികാരോഗ്യ വിദഗ്ധനായ ഡോക്ടർ അരുണിനെ കൊണ്ട് പ്രതിയുമായി സംസാരിപ്പിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു. പ്രതിക്ക് യാതൊരു തരത്തിലുള്ള മാനസിക വിഭ്രാന്തിയും ഇല്ല എന്നാണ് ഡോക്ടർ പോലീസിനെ അറിയിച്ചത്. കുറ്റം നടന്ന 9ാം ദിവസം മെഡിക്കൽ ബോർഡ് പ്രതിയുമായി വീണ്ടും സംസാരിച്ചിരുന്നു. അതിന്റെ ഭാഗമായ റിപ്പോർട്ടിലും പ്രതിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. വിശദമായ പരിശോധനയുടെ ഭാഗമായി ജൂൺ 3-ന് വീണ്ടും ഒരു മെഡിക്കൽ ടീം കൂടി പ്രതി സന്ദീപുമായി സംസാരിച്ചു. പക്ഷേ ഇത്തവണ പുസ്തകങ്ങളിൽ നിന്ന് മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പഠിച്ച് എങ്ങനെ ഡോക്ടർമാരെ വഴിതിരിച്ചു വിടാം എന്ന് പ്രതി പഠിച്ചിരുന്നു. ഈ റിപ്പോർട്ടിൽ പ്രതിക്ക് മാനസിക പ്രശ്നം ഉണ്ടെന്നാണ് പറയുന്നത്. ഇതാണ് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരിക്കുന്ന വാദം. കോടതിയുടെ തീരുമാനം ശനിയാഴ്ച അറിയാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.